ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഈ തിരുനാൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് 3 രാജാക്കന്മാരുടെ അഥവാ പൂജ രാജാക്കന്മാരുടെ തിരുനാൾ എന്നായിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം കിഴക്ക് അവൻ്റെ നക്ഷത്രത്തെ കണ്ട് അവനെ കണ്ടെത്തുവാനും ആരാധിക്കുവാനുമായി വന്ന പൂജ രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മളോട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിരുനാളിന് വളരെ സവിശേഷമായ പ്രത്യേകതകളുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഈ പൂജ രാജാക്കന്മാർക്ക് മുമ്പിൽ യേശുനാഥൻ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തിരുനാൾ എപ്പിഫനി, പ്രത്യക്ഷീകരണം അഥവാ തെയോഫനി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അത് വെളിപ്പെടുത്തുന്ന തിരുനാൾ എന്നൊക്കെ വളരെ പ്രത്യേകമായ രീതിയിലുള്ള പല അർത്ഥതലങ്ങളുള്ള ഒരു തിരുനാൾ കൂടെയാണ്. അപ്പോൾ ഈ തിരുനാൾ ആദ്യമായി പൂജ രാജാക്കന്മാരുടെ തിരുനാളായിട്ടാണ് തിരുസഭ ആചരിച്ചിരുന്നെങ്കിലും പിന്നീടാണ് അത് പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ വിജാതിയരുടെ മുൻപിൽ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ മുൻപിൽ സ്വന്തം ദൈവത്വം ഈ ലോകത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്തിയ യേശുനാഥൻ്റെ ആ പ്രത്യേക തിരുനാളായി നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ തിരുനാളിൽ ഈ സുവിശേഷത്തിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ പൂജ രാജാക്കന്മാരെന്നോ അല്ലെങ്കിൽ അവർ പൂർവ്വദേശത്തെ അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികളാണ് അവർ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങൾ നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കുന്നത് അവർ നൽകിയ ആ സമ്മാന പൊതികളെക്കുറിച്ചാണ്. അപ്പോൾ ഈ 3 ജ്ഞാനികൾ ക്രിസ്തുവിനെ കണ്ടെത്തി അവരുടെ എണ്ണം 3 നമ്മൾ തിരിച്ചറിയുന്നത് അവർ നൽകിയ സമ്മാന പൊതിയിൽ നിന്നാണ്. ക്രിസ്തുവിൻ്റെ പക്കലേക്ക് അവർ വെച്ച ക്രിസ്തുവിനെ ആരാധിക്കുന്നത് സ്വർണവും കുന്തിരിക്കവും മീറയും നൽകിയിട്ടാണ്. അപ്പോൾ ഈ 3 സമ്മാന പൊതികൾക്കും വളരെ അർത്ഥ തലങ്ങളുണ്ട്. സ്വർണം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജത്വത്തെയാണ്. അവൻ ഈ ഭൂമിയിലെ രാജാവാണ്, അവൻ ലോകത്തിൻ്റെ മുഴുവനും അധിപനാണ്. അപ്പം ഇവർ രാജാക്കന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും ഈ 3 യേശുനാഥൻ്റെ രാജത്വത്തെ ലോകത്തിന് മുമ്പിലേക്ക് അംഗീകരിക്കുകയാണ്. രണ്ടാമത് അവർ നൽകിയ കുന്തിരിക്കം അത് ദൈവാരാധനയുടെ സൂചനയാണ്, ക്രിസ്തു ദൈവമാണെന്നത് സൂചിപ്പിക്കുകയാണ്. മൂന്നാമത് മീറ മരിച്ചതിന് ശേഷം ശരീരത്തിൽ പൂശുന്ന ഒരു പ്രത്യേകതര സുഗന്ധ ദ്രവ്യമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെയാണ്. അപ്പോൾ ക്രിസ്തു ദൈവമാണ്, അവിടുന്ന് പുരോഹിതനാണ്, അവിടുന്ന് മരണം കൈവരിക്കാനുള്ള കുഞ്ഞാടാണ് എന്നുള്ള സൂചനയൊക്കെ ഈ ഗിഫ്റ്റ് അല്ലെ സമ്മാന പൊതികൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇവരുടെ ഈ സമ്മാന പൊതികളെയാണ്. കാരണം അവർ നൽകിയ ആ സമ്മാന പൊതികളിൽ നിന്നാണ് ഇവർ 3 ഉണ്ടെന്നും ഇവർ ക്രിസ്തുവിനെ ആരാധിക്കാൻ വന്നതെന്നൊക്കെയുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ എണ്ണം തന്നെ നമുക്ക് ലഭിക്കുന്നത് അവർ നൽകിയ സമ്മാന പൊതികളിൽ നിന്നാണ്. അല്ലാതെ അവർ 3 അല്ലെങ്കിൽ 3 പേരാണെന്നും സുവിശേഷത്തിൽ ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള സൂചന നൽകുന്നത് ആ സമ്മാനമാണ്, ക്രിസ്തുവിന് അവർ നൽകിയ സമ്മാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബാക്കി വയ്ക്കുന്ന ചില സമ്മാനങ്ങൾ, ദൈവത്തിന് നമ്മൾ നൽകുന്ന ചില സവിശേഷ സമ്മാനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. വെറുതെ ജീവിച്ചു പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് സമ്മാനമാണ് തമ്പുരാന് നൽകുന്നത് എന്നുള്ള ഒരു ചിന്ത ഈ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് സമ്മാനമാണ് നമ്മൾ ക്രിസ്തുവിനായി നൽകുന്നത്? അപ്പോൾ ഈ രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കണം. ഇവർ ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് ഈ സമ്മാന പൊതികളുമായി വരുമ്പോൾ ഇവർ ഒരുപക്ഷെ രാജാക്കന്മാരാണെങ്കിൽ ഇവരേറെ ദൂരെ നിന്ന് നടന്നു വരികയാണ്, അല്ലെങ്കിൽ അവർ ഒട്ടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലുള്ള വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അവർ ക്രിസ്തുവിനെ തേടി വരുന്നു. അപ്പോൾ ഒരുപക്ഷെ രാജാക്കന്മാരാണെങ്കിൽ അവരവരുടെ രാജ്യം ഉപേക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാവ് രാജ്യത്തിലില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം വരികയും ആ രാജ്യം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ അതെല്ലാം അവഗണിച്ച് അവരെ രാജ്യം വിട്ട് അവരുടെ ബന്ധുമിത്രാദികളെ വിട്ട് കുടുംബത്തെ വിട്ട് യേശുവിനെ തിരക്കി വരികയാണ്. അപ്പോൾ അത് തന്നെ അവർ ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി എടുത്ത വലിയ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരുടെ സമ്മാനം മാത്രമല്ല, അതിന് പിന്നിലുള്ള ത്യാഗങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം, വലിയ തീർത്ഥാടനങ്ങളൊക്കെ പോകുന്ന മനുഷ്യർ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, ദൈവത്തിന് തന്നെ സമർപ്പിക്കുക. അപ്പോൾ ആ സമർപ്പണമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സമർപ്പണമാണ് നമ്മൾ നൽകുന്നത് ദൈവത്തിന്? അപ്പോൾ ഈ സമർപ്പണം നമ്മളോട് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന് മാത്രം സമ്മാനം നൽകുന്ന മനുഷ്യരെ പോലെ ആകാനല്ല, ഈ ലോകത്തിന് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിൽ നമ്മൾ എന്ത് തരത്തിലുള്ള സമ്മാനം നൽകുന്ന മനുഷ്യരാണ്. വെറുതെ ജീവിച്ചു പോകുന്നതല്ലാതെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റു മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്.
അപ്പോൾ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സമ്മാനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ക്രിസ്തുവിന് നൽകുന്ന ഈ സമ്മാനങ്ങൾ നമുക്കറിയാം, യേശുനാഥൻ വളരെ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് എന്നെ പ്രതി ഈ ഉള്ള ചെറിയവർക്ക് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് എനിക്ക് തന്നെ നൽകുന്നു എന്നാണ് യേശുനാഥൻ പറഞ്ഞത്. അപ്പോൾ യേശുനാഥന് സമ്മാനം നൽകുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ ചില സമ്മാനങ്ങൾ നൽകിയതാണ്. സമ്മാനം വിലപിടിപ്പുള്ള സ്വർണം തന്നെ ആകണമെന്നല്ല. സമ്മാനം എന്തുവാകാം? ഒരു പുഞ്ചിരി, സ്നേഹത്തോടെയുള്ള ചെറിയ ആശ്വാസവാക്കുകൾ, നമ്മൾ ചോദിക്കുന്ന കുശലാന്വേഷണങ്ങൾ, ഇതൊക്കെ മറ്റു മനുഷ്യർക്ക് നമ്മൾ നൽകുന്ന സമ്മാനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ക്രിസ്തുവിന് തന്നെയാണ് നൽകുന്നത്. വളരെ മനോഹരമായ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. യേശുനാഥൻ്റെ വരവ് മാലാഖമാർ അവിടെ കൂടിയിരുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാരെ അറിയിക്കുകയാണ്. അപ്പോൾ അവർ ആട്ടിടയന്മാർക്കിടയിൽ മുടന്തുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു, ഒരു പ്രായം കുറഞ്ഞ ഒരു ആട്ടിടയനും ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ ചെറുതായിരുന്നു. അവൻ ഒരു യുവാവായ ഒരാട്ടിടയനായിരുന്നു. അപ്പോൾ അവന് ചെറിയൊരു മുടന്നുണ്ട് കാലിൽ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് മാലാഖ വന്ന് യേശുനാഥൻ ജനിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇവർ 3 പേരാണ്, 2 പേർക്ക് കുഴപ്പമില്ല, മൂന്നാമനാണ് ഈ ചെറുപ്പക്കാരൻ, അവന് കാലിന് മുടന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് യേശുനാഥൻ്റെ വരവ് അറിയിക്കുമ്പോൾ യേശുനാഥനെ കാണാനായി ഇവർ 3 പേരും വളരെ വേഗതയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവന് മുടന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ വേച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ അവർക്ക് മുമ്പിലേക്ക് ഇവർ കാണുന്നത് പല പല സമ്മാനങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂടെ വന്ന 2 ആട്ടിടയന്മാരും ഓരോ ആടുകളെ വീതം അവർക്ക് നൽകുകയാണ്, യേശുനാഥന് സമ്മാനമായി നൽകുകയാണ്, മറിയത്തിനോടും ജോസഫിൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. പക്ഷേ ഇവന് നൽകാനൊന്നുമില്ല. കാരണം പെട്ടെന്ന് വരുന്നതിനിടയിൽ ഇവ മറന്നുപോയി എന്തെങ്കിലും എടുത്തിട്ട് വരും. മാത്രമല്ല ഇവന് കുഞ്ഞാടിനെ പോലും എടുത്തുകൊണ്ട് നടക്കാനുള്ള ശേഷി ഉള്ള മനുഷ്യനല്ല. അപ്പോൾ അവൻ ചെയ്തത്, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഊന്നുവടി, ആ ഊന്നുവടി ഉപയോഗിച്ചാണ് ഇവൻ നടന്നുകൊണ്ടിരുന്നത്. ആ ഊന്നുവടി ജോസഫിന് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ സമ്മാനം, നിങ്ങൾക്ക് യാത്രയിൽ ഇത് സഹായകമായി മാറും. അപ്പം ഇവന് തിരിച്ച് നടക്കാൻ പറ്റില്ല ഈ ഊന്നുവടി ഇല്ലാതെ. എന്നിട്ട് പോലും അവൻ ആ ഊന്നുവടി അവർക്ക് നൽകിക്കൊണ്ട് അവൻ യേശുവിനെ ആരാധിച്ച് തിരിച്ച് യാത്രയാവുകയാണ്. പക്ഷെ തിരികെ യാത്രയാകുന്നതിനിടയിൽ അവൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ മുടന്ത് മാറി അവൻ സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ക്രിസ്തുവിന് നൽകിയ സമ്മാനം ഒരു ഊന്നുവടിയാണ്. അത് മറ്റുള്ളവരെ സംബന്ധിച്ച് ആ ഊന്നുവടി വളരെ കേവലമായ ഒരു സമ്മാനമാണ്. പക്ഷേ അവനെ സംബന്ധിച്ച് അവന് നടക്കാനാവുന്ന, അവൻ്റെ കാല് പോലെ അവനെ സഹായിച്ചിരുന്ന ഊന്നുവടിയാണ് അവൻ നൽകിയത്. അപ്പോൾ അത് അവൻ നൽകിയ ആ സമ്മാനത്തിൻ്റെ വിലയാണ് അവൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതിനവന് തിരിച്ചു കിട്ടിയത് സൗഖ്യമാണ്. അപ്പോൾ ഇതുപോലെ ക്രിസ്തുവിന് നൽകുന്ന ഈ സമ്മാനങ്ങൾ, അവൻ അത് വെറും സമ്മാനങ്ങളെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങളെ ക്രിസ്തു വീക്ഷിക്കുന്നുണ്ടെന്നും നമുക്കത് അനുഗ്രഹമായി മാറുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന ഓരോ സമ്മാനങ്ങൾക്കും, ഓരോ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ഓരോ സന്തോഷങ്ങൾക്കും ദൈവം നമുക്കതിന് വളരെ വലിയ സമ്മാനങ്ങൾ തിരികെ നൽകുമെന്നുകൂടെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ തിരുനാൾ, ഈ എപ്പിഫനി, ഈ പ്രത്യക്ഷീകരണ തിരുനാൾ, ദൈവമാണെന്ന് ക്രിസ്തുനാഥൻ തന്നെ വെളിപ്പെടുത്തിയ ഈ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കുള്ളിലെ ദൈവികതയും വെളിപ്പെടുത്തുക. നമുക്കുള്ളിലെ ദൈവികത നമ്മൾ വെളിപ്പെടുത്തേണ്ടത് നമ്മൾ നൽകുന്ന ഈ സമ്മാനങ്ങളിലൂടെയാണ്. അപ്പം അങ്ങനെ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.